ഇടുക്കി ജില്ലയിലെ മാതൃകാ കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഇപ്പോൾ സമൃദ്ധമായ വിളനിലം മാത്രമല്ല, ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 90-ലധികം ഇനം പച്ചക്കറികളാണ് കഴിഞ്ഞ 44 വർഷക്കാലമായി രാജക്കാട് സ്വദേശിയായ ഈ കർഷകൻ നട്ട് പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷി രീതികൾ കാണുവാനും പഠിക്കുവാനുമായി നിരവധി ആളുകളാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. മികച്ച കർഷകനുള്ള നിരവധി അവാർഡുകളും 70 വയസ്സുകാരനായ കൃഷ്ണനെ തേടിയെത്തിയിട്ടുണ്ട്. തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ ഈ കൃഷിരീതി. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 56 ഇനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു. മുൻവർഷങ്ങളിൽ 96 ഇനം വരെ നട്ടുപരിപാലിച്ചിരുന്നു. കൃഷി പരിപാലനത്തിനും ചിലവിനുള്ള പണം ഇടവിളയിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ വിലയിടിവ് നേരിടുന്ന സമയത്തും ഇദ്ദേഹത്തിന് കൃഷി ലാഭകരമാണെന്ന് പറയുന്നു. 1 ഹെക്ടർ പാവൽ ജൈവ കൃഷിയാണ്. 56 ഇനം ശീതകാല പച്ചക്കറികൾ ജൈവ രീതിയിലാണ് ബെൻഡ് ചെയ്തിട്ടുണ്ട്. കീടനിവാരണത്തിന് പിന്നെ മല്ലി ചെയ്തിട്ടുണ്ട്. കീടനിവാരണത്തിന് ആവശ്യപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയതിന് ശേഷമാണ് ജൈവ കൃഷിയിലേക്ക് മാറുന്നത്. ജൈവ കൃഷി ലാഭകരമാണ്. അതിൽ ചൈനീസ് കാബേജ്, ലെറ്റൂസ്, വയലറ്റ് കാബേജ്, സാധാ കാബേജ്, കോളിഫ്ലവർ, ജലക്രോസ്, ചോളം, മെയ്സ്, ബീൻസ്, പയറ് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. വാഴയ്ക്ക് ഇടവിളയായി കൂർക്ക, പയറ്, ബീൻസ് എന്നിവയാണെങ്കിൽ പാവൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് ക്യാബേജും കെയിൽ, ലെറ്റ്യൂസ്, ചൈനീസ് ക്യാബേജൊക്കെയാണ്. ഒപ്പം ജമന്തി കൃഷിയും പാവൽ തോട്ടത്തിൽ സജീവമാണ്. കൃഷ്ണന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ രാധയാണ് കൂടെയുള്ളത്. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് 6 മണിക്കാണ് തിരിച്ചുമടക്കം. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷി വകുപ്പും ഇവർക്കൊപ്പമുണ്ട്. പച്ചക്കറിക്ക് സബ്സിഡി ധർമ്മം കൊടുക്കാറുണ്ട്. അതുപോലെ വിത്ത്, വളം, ജൈവവളം, ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, വാം എന്നിവയൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഫീൽഡിൽ വരും. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് വളങ്ങൾ നൽകുകയും അതുപോലെ രോഗങ്ങൾ, കീടബാധയൊക്കെ ഉണ്ടായാൽ അതിനുള്ള മരുന്നുകൾ കൃഷി ഓഫീസർ നിർദ്ദേശപ്രകാരം നൽകുന്ന മരുന്നുകളാണ് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങൾ. അതുകൊണ്ട് തന്നെ വിഷവിമുക്തമായ മികച്ച പച്ചക്കറികൾ വിപണിയിലെത്തിക്കാനും ഈ കർഷകന് കഴിയുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.